ക്രിസ്തുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വെളിച്ചം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനെ ഇരുട്ടാണെന്ന് പറയുന്നവരെ നാം കണ്ടിട്ടുണ്ട്. നന്മ കണ്ടുകൊണ്ടിരിക്കെ തന്നെ അത് തിന്മയാണെന്ന് പറയുന്ന കൂട്ടരെയും നാം കണ്ടിട്ടുണ്ട്. അതായത് സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ പോലും കണ്ണ് മനഃപൂർവമായിട്ട് മുറുക്കെ അടച്ചുപിടിച്ചുകൊണ്ട് അവിടെ ഇരുട്ടാണെന്ന് പറയുന്ന കൂട്ടരാണ്. ഇതാണ് മനഃപൂർവമായിട്ട് ആ തിന്മയിൽ നിലനിൽക്കുവാനായിട്ടുള്ള ഒരു പ്രവണത. ഇതാണ് പരിശുദ്ധാത്മാവിന് എതിരായിട്ടുള്ള പാപത്തിൽ ഒന്നായിട്ട് നാം കണക്കാക്കുന്നത്. ഒബ്സ്റ്റിനേറ്റ് ഡിനയൽ, വളരെ മനഃപൂർവമായിട്ട് ആ നന്മയെ തിരസ്കരിക്കുന്ന ഒരു സ്വഭാവം. ഇന്ന് സുവിശേഷത്തിൽ യേശുനാഥൻ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് നാം കാണുന്നുണ്ട്. എന്നാൽ അത് അംഗീകരിക്കുവാനായിട്ട് ഫരിസേയർക്കും നിയമജ്ഞർക്കും സാധിക്കുന്നില്ല. അവൻ പിശാചുക്കളുടെ തലവനായിട്ടുള്ള ബേൽസെബൂലിനെ കൊണ്ടാണ് ഈ അത്ഭുതങ്ങളെല്ലാം പ്രവർത്തിക്കുന്നതെന്ന് അവർ പറയുകയാണ്. യേശുവിൻ്റെ നന്മ ഉൾക്കൊള്ളുവാൻ പറ്റാത്ത അവസ്ഥ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഏറ്റവും അധികമായിട്ട് നമ്മളേക്കാൾ ശക്തരായിട്ടുള്ള ഒത്തിരിയേറെ തിന്മകളുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ നിലനിൽക്കുന്ന ഭയങ്ങളാകാം, ഉത്കണ്ഠകളാകാം, ചില ആസക്തികളാകാം, ചില പാവാവസ്ഥകളാകാം. എന്ത് തന്നെ ആയിക്കോട്ടെ, അത് നമ്മിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവ നമ്മേക്കാൾ ശക്തനാണ് എന്നാണ്. ആ തിന്മകളെ മാറ്റുവാനായിട്ട് കർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. സമഗ്രമായിട്ടുള്ള നിത്യമായിട്ടുള്ളൊരു മോചനം അതിൽ നിന്ന് നൽകുവാനായിട്ട് സർവശക്തനായ യേശുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനാൽ നാം തിരിച്ചറിയേണ്ടത്, ഇവിടെ ആ ശക്തനായ, ഏറ്റവും സർവശക്തനായ ദൈവത്തെ നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും ക്ഷണിക്കുകയാണ്. നമ്മളേക്കാൾ ശക്തരായിട്ടുള്ള ചില തിന്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ, അങ്ങനെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ നാം വിവേകപൂർവ്വം പ്രവർത്തിക്കുന്നവരാകും. അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള തിന്മയെ നമുക്ക് നിത്യമായി ദൂരീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ നമുക്ക് ആ പ്രകാശം കടന്നു വരുമ്പോൾ അതിനെ കണ്ണടച്ച് ഇരുട്ടാക്കാതെ അതിനെ സ്വീകരിക്കുവാനായിട്ടും നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.